ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് വെക്റ്റർ അഡീഷൻ പഠിക്കാം. വെക്റ്റർ അഡീഷന് വേണ്ടി വെക്റ്റേഴ്സിനെ പല രീതിയിലുള്ള വെക്റ്റേഴ്സിനെ പല രീതിയിൽ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം, ഇഫ് ടു വെക്റ്റേഴ്സ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ, രണ്ട് വെക്റ്റേഴ്സ് ഒരേ ഡയറക്ഷനിൽ നിൽക്കുന്ന രണ്ട് വെക്റ്റേഴ്സ് ആണെന്ന് വിചാരിച്ചോ, എ ആൻഡ് ബി. ഈ രണ്ട് വെക്റ്റേഴ്സ് എങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക? ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് എയുടെയും ബിയുടെയും ഡയറക്ഷൻ ഒന്നാണ്. സോ ഇൻ ദ സെയിം ഡയറക്ഷൻ. എ ബിയും കൂടെ ആഡ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എയുടെ മാഗ്നിറ്റ്യൂഡ് പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡാണ്. ദിസ് ഇസ് ദ റിസൾട്ടൻ്റ് വെക്റ്റർ. Suppose this is 5 Newton towards right and this is 5 Newton towards right. അപ്പോൾ റിസൾട്ടൻ്റ് എന്ത് വരും? 5 plus 5, that is 10 Newton towards right. പക്ഷെ ഓർക്കണം, if both the vectors are in the same direction. Okay? ഇനി നമുക്ക് അടുത്തത് നോക്കാം. If two vectors are in the opposite direction, രണ്ട് ഡയറക്ഷനിലാണ് രണ്ട് വെക്ടേഴ്സ് നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. ഒരു വെക്ടർ ഇതാ ഇങ്ങോട്ട്, അടുത്ത വെക്ടർ ഇങ്ങോട്ടേക്ക് നിൽക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. വെക്ടർ എ, വെക്ടർ ബി, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? മാഗ്നിറ്റ്യൂഡും ഡിഫറൻ്റ് ആണ്, ഡയറക്ഷനും ഡിഫറൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും നിന്ന് രണ്ട് പേര് വലിക്കുന്നെന്ന് വിചാരിച്ചു. ഒരു മേശയ്ക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നു. ഇങ്ങോട്ട് 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു. ബലമുള്ള ഒരാൾ നിന്ന് വലിക്കുന്നു റൈറ്റിലേക്ക്. ബലം കുറഞ്ഞുള്ള ആൾ 5 ന്യൂട്ടൺ ലെഫ്റ്റിലേക്ക് വലിക്കുന്നു. എങ്ങോട്ടായിരിക്കും മേശ നീങ്ങുക? സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടായിരിക്കും, അല്ലേ? അവിടെ 5 ന്യൂട്ടൺ കൂടുതലാണ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്, എന്ന് പറയുന്ന അഡീഷനാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റിസൾട്ടൻ്റ് എന്താണെന്ന് നോക്കാം. റിസൾട്ടൻ്റ് വെക്റ്റർ എന്ന് പറയുന്നത് എയുടെ ഡയറക്ഷനിൽ വേണം വരാൻ. എങ്ങനെ? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, റിസൾട്ടൻ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ മൈനസ് ബി. ഓക്കെ? ഏതിൻ്റെ ഡയറക്ഷൻ? ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ബിഗർ വെക്റ്റർ. ഏതാണോ വലിയ വെക്റ്റർ ആ വെക്റ്ററിൻ്റെ ഡയറക്ഷനിൽ വരും. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത കൺസെപ്റ്റ് നോക്കുക. Both the vectors are in the same direction. The resultant is also in the same direction. If two vectors are in opposite direction, the resultant will be in the direction of the bigger vector. Okay? രണ്ട് കേസായി. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, രണ്ട് വെക്ടേഴ്സ് ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്നു, ചരിഞ്ഞു വരുന്നു. രണ്ട് വെക്ടേഴ്സ് making some angle theta with each other. എയും ബിയും ചരിഞ്ഞു നിൽക്കുകയാണ്. എന്നും ബിന്നും പിന്നോ ക്യൂന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ചരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ റിസൾട്ടൻ്റ്? ഇവിടെ നമുക്ക് റിസൾട്ടൻ്റ് കാണണമെങ്കിൽ രണ്ട് മെത്തേഡുണ്ട് വെക്റ്റർ അഡീഷനിൽ. അതായത്, വൺ ഈസ് കോൾഡ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് parallelogram law of vector addition. രണ്ട് ലോ ഓഫ് വെക്റ്റർ അഡീഷൻ ഉണ്ട്. ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷനും ഉണ്ട്, പാരലഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷനും ഉണ്ട്. ഓരോന്നും നമുക്ക് എടുത്ത് നോക്കാം. ആദ്യത്തത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ നോക്കാം. അതിനുവേണ്ടി രണ്ട് വെക്ടേഴ്സ് നമുക്ക് വരയ്ക്കാം. ഇറ്റ് മസ്റ്റ് ബി ഇൻക്ലൈൻഡ്, ചരിഞ്ഞാണ് നിൽക്കുന്നത്. ട്രയാങ്കിൾ ലോയിൽ യു ഹാവ് ടു കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ടു വെക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഈ വെക്ടറിനെ നമ്മൾ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡായിട്ട് എടുക്കാം. സപ്പോസ് ദിസ് ഇസ് പി and this is vector q. p വെക്ടറും q വെക്ടറും ആണെന്ന് വിചാരിക്കുക.
ഈ വെക്ടറിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കാം. എവിടെയാണോ പിയുടെ ഹെഡ് വന്ന് നിൽക്കുന്നിടത്ത് അവിടെ ക്യൂവിൻ്റെ ടെയിൽ വെക്കണം. എത്ര ചരിഞ്ഞാണോ നിൽക്കുന്നത് അത്രയും ചരിഞ്ഞ്. അത്രയും ചരിഞ്ഞ് വെച്ചു. അപ്പോൾ ഓർത്തോണം, ഈ ആംഗിൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഇവിടെ ഉള്ള ആംഗിൾ എത്രയാണോ അത് തന്നെ ആയിരിക്കണം ഈ ആംഗിൾ. അത്രയും ചരിച്ച് നമ്മൾ വെച്ചു. അപ്പോൾ ഒന്നിൻ്റെ ഹെഡിൽ കൊണ്ടുവന്ന് മറ്റതിൻ്റെ ടെയിൽ വെച്ചു. ഇനി ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് നമ്മൾ വരയ്ക്കണം. തേർഡ് സൈഡ് നമുക്ക് വരയ്ക്കാൻ അറിയാം അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തേർഡ് സൈഡ് വരച്ചു. പക്ഷെ അവിടെ നമ്മൾ ഹെഡ് വന്നെടുത്ത് ടെയിലല്ല വെച്ചത്. ഇറ്റ് ഈസ് ടേക്കൺ ഇൻ ദ ഓപ്പോസിറ്റ് ഓർഡർ. ടെയിലുമായിട്ടും ഹെഡുമായിട്ടും വെച്ചു. ദിസ് ഇസ് പാരലഗ്രം ലോ. അതായത് ഈ തേർഡ് സൈഡ് റെപ്രസെൻറ്റ്സ് ദ റിസൾട്ടന്റ്. ഇത് പി, ഇത് ക്യൂ എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ് ആയിരിക്കണം റിസൾട്ടന്റ് തരിക. So, if two sides of the triangle represent the two given vectors in magnitude and direction in the same order means head to tail order, then the third side of the triangle in the reverse order എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ഹെഡ് ടു ടെയിൽ ആണ് എടുത്തതെങ്കിൽ ഇവിടെ ടെയിൽ ടു ടെയിൽ എന്ന് എടുത്തു. represents the resultant of the vector. Okay? ഇതിനെ വിളിക്കുന്നത് ട്രയാങ്കിൾ ലോ അല്ലെങ്കിൽ ഹെഡ് ടു ടെയിൽ എന്നും പറയും. ഹെഡ് ടു ടെയിൽ മീൻസ് ഹെഡ് വന്നെടുത്ത് ടെയിൽ വരണം. ഇതാണ് ട്രയാങ്കിൾ ലോ. നെക്സ്റ്റ് ഇസ് പാരലഗ്രം ലോ. പാരലഗ്രം ലോയ്ക്ക് നമുക്ക് നോക്കാം. പാരലഗ്രം ലോയ്ക്ക് എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ തന്നെ രണ്ട് വെക്ടേഴ്സ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. മേക്കിംഗ് സം ആംഗിൾ ഓർ ആംഗിൾ വിത്ത് ഈച്ച് അതർ ഓർ ഇൻക്ലൈൻ ടു ഈച്ച് അതർ, പി ആൻഡ് ക്യൂ. ഇതിനെ നമ്മൾ പാരലഗ്രമിൻ്റെ രണ്ട് സൈഡ്സ് ആക്കണം. പാരലഗ്രമിൻ്റെ ഏത് രണ്ട് സൈഡ്സാണ് എടുക്കുന്നതെന്ന് അറിയാമോ? അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് എടുക്കണം. പാരലഗ്രമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്. ഈ ആംഗിൾ എത്ര ആണോ അത്രയും തന്നെ ആയിരിക്കണം ഈ ആംഗിൾ തീറ്റ. ഓക്കെ, ഇനി നമ്മൾ പാരലഗ്രം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പേര് കൊടുക്കാം. ദിസ് ഇസ് ദ സൈഡ് പി, വെക്ടർ പി, ആൻഡ് ദിസ് ഇസ് ദ സൈഡ് ക്യൂ, വെക്ടർ ക്യൂ. പാരലഗ്രം നമുക്ക് വരയ്ക്കാൻ അറിയാം അല്ലേ? ഈ ആംഗിൾ പി എന്ന് പറയുന്നത് നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് അതിൻ്റെ ആരോയിൽ കൊണ്ടുവച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മളൊരു ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കുത്തി നമ്മളൊരു ആർക്ക് വരയ്ക്കുന്നു. പാരലഗ്രം കൺസ്ട്രക്ഷൻ ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് ബാക്കി ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് ദ സൈഡ് ടു അതർ ടു സൈഡ്സ്. ദെൻ യു ഹാവ് ടു ഡ്രോ ദ ഡയഗണൽ ഓഫ് ദ പാരലഗ്രം. ഡയഗണൽ വരയ്ക്കണം. ദിസ് ഡയഗണൽ ഗീവ്സ് ദ റിസൾട്ടന്റ് R is equal to P plus Q. മറ്റെടുത്ത് ട്രയാങ്കിൾ ലോയിൽ തേർഡ് സൈഡ് ഗിവ്സ് ദ റിസൾട്ടന്റ് ആണെങ്കിൽ പാരലഗ്രം ലോയിൽ ഡയഗണൽ ഫ്രം ദ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഗിവ്സ് ദ റിസൾട്ടന്റ്. ഇതാണ് പാരലഗ്രം ലോ. അപ്പം ട്രയാങ്കിൾ ലോയിൽ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചെടുത്ത് തേർഡ് സൈഡാണ് നമുക്ക് റിസൾട്ടന്റ് തന്നത്. ഹിയർ ദ ഡയഗണൽ ഓഫ് ദ പാരലഗ്രം represents the resultant. Okay, if the two vectors can be represented by the sides, adjacent sides of the parallelogram, the diagonal of the parallelogram gives the resultant of the two vectors. ഇതാണ് പാരലഗ്രം ലോ. അപ്പോൾ 4 രീതിയിലുള്ള അഡീഷനാണ് നമ്മൾ പഠിച്ചത്. ഇൻ ദ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിലാണെങ്കിൽ സിംപിളി അങ്ങ് ആഡ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് അത് തമ്മിലുള്ള ആംഗിൾ 0 ആണ്. രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ റിസൾട്ടന്റ്? ദാറ്റ് ഈസ് A - B. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. ഇനി അതല്ല, തീറ്റ
ഡിഗ്രി ഉണ്ട്, 0യും അല്ല 180യും അല്ല, ഇറ്റ്സ് ഇൻക്ലൈൻഡ്, ചെരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ രണ്ട് രീതിയിലുണ്ട് അഡീഷൻ. വൺ ഈസ് ട്രയാങ്കിൾ ലോ ആൻഡ് ദ നെക്സ്റ്റ് ഈസ് പാരലഗ്രാം ലോ. ഓക്കെ.